ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനുദേ നമ്മുടെ അലീനയോട് പരാതി പറയുവാണ്. അങ്ങനെ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിക്കാത്തത് എന്താണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മനു പറയുമ്പോൾ അത് പിന്നെ മനുവേട്ടാ, എല്ലാവരും എൻ്റെ കൂടെ എറണാകുളം പോകുമ്പോൾ പെട്ടെന്നായിരുന്നു ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. ഇതൊക്കെ പറയാം അലീനയെ. അപ്പോൾ എന്നാൽ ശരി, അപ്പോൾ അവിടെ ഉണ്ടോ എന്നറിയാൻ വിളിച്ചതേ ഉള്ളൂ, ബൈ എന്നും പറഞ്ഞു മനു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അലീനയ്ക്ക് അത് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും മനുവിന് അങ്ങോട്ടൊരു ഇതില്ല. മനു വീണ്ടും അലീനയുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ മനുവേട്ടാ, ഞാൻ ദേഷ്യത്തിലാണ് ഫോൺ വെച്ചത് എന്ന് മനു പറയുമ്പം അതെനിക്ക് മനസ്സിലായെന്ന് അലീന പറഞ്ഞു. എങ്കിൽ പിന്നെ തിരിച്ചൊന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പം ഞാൻ തിരിച്ചു വിളിച്ചേനെ, അതിനൊരു ഗ്യാപ്പ് തരണ്ടേ, ഒന്ന് ആലോചിച്ച് വേണോ വേണ്ടോ എന്നൊരു തീരുമാനത്തിലെത്താനെങ്കിലും ഒരു അവസരം. എന്ന ആലോചനയൊക്കെ കഴിഞ്ഞ് വിളിക്ക്, ഞാൻ വെച്ചേക്കുമെന്ന് പറയുമ്പം അയ്യോ വെക്കില്ലേ മനുവേട്ടാ. അതെ, എന്നാ കാര്യം പറ മനുവേട്ടാ. സോറി മനുവേട്ടാ, പറയാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. അച്ഛനൊരു യാത്ര പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടതാ. അപ്പോൾ അങ്കിൾ എവിടെ പോയതാണെന്ന് ചോദിച്ചു. അറിയത്തില്ല, വന്നിട്ട് പറയാമെന്നാ പറഞ്ഞ, ദൂരയാത്രയാണെന്ന് മാത്രം പറഞ്ഞെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അവിടെ പിള്ളേരെന്തേ? അപ്പോൾ എല്ലാവരും ഉറങ്ങാൻ പോയി, ഞാനും കിടക്കാൻ വേണ്ടി പോവായിരുന്നെന്നും അപ്പോഴാണ് മനുവേട്ടൻ വിളിച്ചതെന്നും അലീന മനുവിനോട് പറയൂ കേട്ടോ. അപ്പോഴും മനുവിന് ആ പരിഭവം അങ്ങനെ തന്നെ നിൽപ്പുണ്ടേ. എന്നാലും എന്നോട് കൂടി ഒന്ന് പറയായിരുന്നു, ഞാനും വന്നേനെ. മനുവേട്ടൻ ഇവിടെ തന്നെയല്ലേ ജോലി, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വരുന്നത്, അപ്പോൾ പിന്നെ നമുക്ക് കാണത്തില്ലേന്ന് ചോദിക്കുമ്പോൾ അതെ, ഇവരുടെ കൂടെ ഞാനിനി എപ്പോഴാണ് മനുവേട്ടാ, ഇനി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ലല്ലോ എന്ന് പറയുമ്പം ചന്ദ്രനിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത് കാണാതിരിക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെയൊന്നും അല്ലെന്നേ, അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പം നീ കൂടുതൽ പറഞ്ഞിനി കാര്യങ്ങൾ വഷളാക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്നാ ഞാൻ വെക്കട്ടെ മനുവേട്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വന്നതും അലീന കണ്ടു. രേവതിക്കുട്ടി അടുത്ത് വന്ന് കണ്ണും വീഴ്ച നിൽപ്പുണ്ട്. വീട്ടിലെത്തിയിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. മനുവേട്ടൻ വരത്തില്ലേന്ന് ചോദിച്ചപ്പം വീട്ടിൽ ചെന്നിട്ട് വിളിക്കുമെന്ന് നോക്കാമല്ലോ, എന്നിട്ട് ആലോചിക്കാം വരുമോ വരാതിരിക്കുമോ എന്നാ വേണ്ടേന്ന്. ശരി മനുവേട്ടാ, ഞാൻ ഉറപ്പായിട്ടും വിളിക്കാം കേട്ടോ. ശരിയെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ രേവതിക്കുട്ടി അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ അത് അലീനിങ്ങനെ രേവതിക്കുട്ടിയോട് പറയുമ്പം അവളും തിരിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞെന്ന് തിരിച്ചും പറയാം. അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങോട്ട് വന്നത് പറയാത്തതിൻ്റെ പരിഭവം പറയാൻ വിളിച്ചാണോ? അപ്പോൾ അതല്ല, പാവം ചേട്ടൻ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കാര്യമില്ലെന്ന്? ഒന്നുമില്ലെന്നേ. ഇപ്പോൾ കിടക്കണ്ടേ നമുക്ക് എന്നും പറഞ്ഞ് അവരിങ്ങനെ കിടക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന ഞാൻ അച്ഛനെയും കൂടെ ഒന്ന് വിളിച്ചു പറയട്ടെ ഇവിടെ എത്തിയെന്ന്. അതെ, ബാലേന്ദ്രനങ്ങൾ എവിടെ പോയതാ, അത് എവിടെയാണെന്ന് പറഞ്ഞില്ലാന്നും അലീന ഇന്നേരം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതും പറഞ്ഞ് അലീന ഫോൺ എടുത്ത് വിളിച്ചു. അച്ഛാ എത്തിയായിരുന്നോ, കിടന്നായിരുന്നോ എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ ഞങ്ങളിവിടെ എത്തി മോളെ, കിടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആണോ, അപ്പോൾ പോയ കാര്യമൊക്കെ നടന്നോന്ന് ചോദിക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 1-2 കൂടി പോകാനും ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് തീരുമാനമാക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എത്തി, അവരൊക്കെ എന്തിയേ? അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ എത്തിയച്ചാ, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു, അവർ കിടന്നു വെച്ചാന്ന് അലീന പറയുമ്പോൾ ഇപ്പോൾ ആ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുത്തേക്കരുത്, നല്ല മനുഷ്യരാ അവരെന്ന് ബാലേട്ടൻ പറയുമ്പോൾ ഇല്ലച്ചാ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ശരിയെന്നാ പോയി കിടന്നു, രാവിലെ യാത്രയുള്ളതല്ലേ, അപ്പോൾ ശരി അച്ഛാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വിളിക്കാൻ ഉള്ളവരൊക്കെ വിളിച്ചു കഴിഞ്ഞു എന്ന് രേവതിക്കുട്ടി എല്ലാവരും വിളിച്ചു കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കാൻ നമ്മുടെ മനു അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുക. അപ്പോൾ ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നേ, അവിടെ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫോണിൽ സംസാരിക്കുക. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഓട്ടോ വിളിച്ച് ഒരു ആൾ വരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ മനുവിൻ്റെ പെങ്ങൾ. അപ്പോൾ മനു ഇറങ്ങി ചെന്നു. നീ എന്ത് ഓട്ടോയ്ക്കൊക്കെ? ഇവിടെ ചറ പറയാവുന്ന കാറ് കുറേ കിടപ്പുണ്ട്, പക്ഷേ എനിക്കൊരു ഉപകാരമില്ലല്ലോ, ഞാൻ ഓട്ടോ വിളിച്ച് തന്നെ വരണ്ടേ, ബസ് സ്റ്റാൻഡിൽ വന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ വലിയ സാറ് കളിക്കല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഓട്ടോ പിടിച്ച് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഓട്ടോക്കാരും ജീവിച്ചു പോട്ടെ മോളെ, എന്നാൽ പിന്നെ ഓട്ടോ കൂലി അങ്ങ് കൊടുത്തേക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇത് അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ മനു ആണെങ്കിൽ ഓട്ടോ കൂലിയും കൊടുത്ത് അവിടെ നിൽക്കും. അപ്പോൾ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മോളോട് നീ എന്നെ ഇന്നലെ വരാതിരുന്നു, ഇന്നലെ ശനിയാഴ്ച അല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇന്നലെ പൊന്നമ്പിളിയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്നും ഞാൻ പറഞ്ഞായിരുന്നല്ലോ അമ്മയോട്, പൊന്നമ്പിളിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ നിനക്കെന്നാ. അപ്പോൾ കുമരകത്തൊരു റിസോർട്ടിൽ വെച്ചായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷനും പാർട്ടിയും കാര്യങ്ങളൊക്കെ, അതിന് നിനക്ക് എന്നതാണെന്നാ ചോദിച്ചത്. അപ്പോൾ എനിക്ക് എന്നതാണെന്നോ, ഞാനും പോയി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. എപ്പോൾ പോയി?
ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാ പ്രോഗ്രാം. എന്നാ പ്രോഗ്രാം? എല്ലാം ഉണ്ടായിരുന്നു. ഡാൻസ്, പാട്ട്, പാർട്ടി, മിമിക്രിയും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. രാത്രി മുഴുവനും, നേരം വെളുക്കുന്നത് വരെ. അപ്പോൾ രാത്രി നിനക്ക് ഹോസ്റ്റലിൽ വന്ന് കയറണ്ടായിരുന്നോ? രാത്രി വന്ന ഹോസ്റ്റലിൽ കയറ്റുമോ? ഞങ്ങളെല്ലാവരും റിസോർട്ടിലായിരുന്നു എന്ന് പറഞ്ഞു. റിസോർട്ടിൽ അവിടെ കിടന്നു. എൻ്റെ അമ്മ ഞാൻ ഒറ്റയ്ക്കല്ല, 10-20 പെൺപിള്ളേരുണ്ടായിരുന്നു. ആൺപിള്ളേരില്ലായിരുന്നോ? അവരും ഉണ്ടായിരുന്നു, 25ഓളം പേര്. എന്നിട്ട് രാത്രി മുഴുവനും ബീറും വൈനും ഒക്കെ കുടിച്ച് കൂത്താടി നടന്നല്ലേന്ന് ചോദിക്കുമ്പം ഞാൻ വൈൻ കഴിച്ചില്ല, ബീറ് മാത്രമേ കഴിച്ചുള്ളൂ എന്ന് മോള്. അത് കേട്ടപ്പോൾ അമ്മ ഇതൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ചേരുന്ന നടപടിയാണോടി? അല്ല, തെരുവ് തെണ്ടികൾക്കും അലവലാദികൾക്കും മാത്രം ചേരുന്നതാ. ഇന്നലെ 125 തെണ്ടികളും അലവലാദികളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ റിസോർട്ടിൽ. പൊന്നമ്പിളിയും അവളുടെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ഉൾപ്പെടെ എല്ലാവരും. രാവിലെ എല്ലാവരും പിച്ചപ്പാത്രം എടുത്തുകൊണ്ട് തെണ്ടാൻ പോയി. ഞാൻ ഇങ്ങോട്ടും പോകുന്നു എന്ന് പറഞ്ഞു. ഒരൊറ്റയാണ് വെച്ചെന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കമല തർക്കുത്തരം പറയുന്നു ഓടിയെന്ന് ചോദിച്ചു. അത്രയ്ക്കായോടി നിന്റെ അഹങ്കാരം? എന്നതാ ഇവിടെ ഒരു ബഹളമെന്നും ചോദിച്ച് ശിവേട്ടൻ വന്നു. നീ എപ്പോഴാടി വന്നതെന്ന് ചോദിച്ചു. ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതാ പൊന്നുമോള്. വീട്ടിൽ കയറി വരുന്നത് ഈ നേരത്താ. ആയിരുന്നോ? നീ എവിടെയായിരുന്നു? അമ്മയോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മ വിസ്തരിച്ച് പറഞ്ഞു തരുമെന്ന് മകള്. അത് കേട്ടപ്പോൾ അച്ഛൻ നോക്കുക. വീട്ടിലോട്ട് കയറി വരുമ്പോൾ തുടങ്ങും CBI മോഡൽ ചോദ്യം ചെയ്യലും. പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മകളെ ഇതാ ഞാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാത്തതെന്നും പറഞ്ഞുകൊണ്ട് മകളകത്തേക്ക് കയറിപ്പോയി. മോളകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനും അതുപോലെ ഗോവർദ്ധനും കൂടി ഒരിടത്തേക്ക് വരുവാണ്. അപ്പോൾ ഒരു വീട്ടിലേക്കാണ് വന്നത്. ഇതാരുടെ വീടാ ബാലേട്ടാ എന്ന് ഗോവർദ്ധൻ ചോദിച്ചു. അപ്പോൾ എനിക്കും അറിഞ്ഞുകൂടാ, ഞാനും ആദ്യമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. നോക്കട്ടെ, ഞാൻ പോയി നോക്കാം, നീ കാറിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരെ കാണാൻ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടടോ പറയാം. നമ്മൾ നീലഗിരിക്ക് പോയത് ലെഫ്റ്റനൻറ്റ് കേണലിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. ഇതൊരല്പം കൂടി കൂടിയാനും കേണലാ എന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞു. ഗോവർദ്ധനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്താ ബാലേട്ട ഇതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം നമുക്ക് വരച്ച വരയിലൂടെ പോകാതെ നിവൃത്തിയില്ലല്ലോ, കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. മീശയൊക്കെ പിരിച്ചൊരു അപ്പാപ്പൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു പെങ്കൊച്ച എന്നോട് ഇങ്ങനെ പറഞ്ഞു ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന്. എന്നെ കാണാൻ ആരും വരാം, നീ ചെന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും വരുന്ന കാര്യം ഇന്നലെ റോബിച്ചായും പറഞ്ഞില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ബാലേട്ടൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ച സമയത്ത് ആ പെങ്കൊച്ചു ഒന്ന് വാതിൽ തുറന്നു. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ടോണിച്ചായൻ്റെ വീടാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് ബാലചന്ദ്രമേനോൻ എന്നാണെന്ന് പറഞ്ഞു കേട്ടോ. ആരെ കാണാനാണെന്ന് ചോദിക്കുമ്പം ഇത് കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടി എന്ന് പറയുന്ന ആളുടെ വീടല്ലേ എന്ന് ചോദിക്കുമ്പം ഇത് കൊട്ടാരമറ്റത്തിൽ റോബി ജോസഫിൻ്റെ വീടാ, റോബിച്ചൻ്റെ അപ്പനാണ് ഔതക്കുട്ടിച്ചായനെന്ന് ആ പെണ്ണ് പറഞ്ഞു. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ഉണ്ടോ ഇവിടെ? ഇപ്പം ഇവിടെയുണ്ട്, പക്ഷേ സ്ഥിരതാമസം ഇവിടെയല്ല. സ്ഥിരതാമസം എവിടെയാ? അങ്ങനെ കൃത്യമായിട്ടൊരു സ്ഥലമൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആൽബിച്ചായൻ്റെ കൂടെ, ചിലപ്പോൾ അഗസ്റ്റിച്ചായൻ്റെ കൂടെ, ഇടയ്ക്ക് ലാലിച്ചായൻ്റെ കൂടെയും പോയി താമസിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാടോടിയാണോ മൂപ്പര്? ഏകദേശം അങ്ങനെ ഒരു സ്വഭാവമാണ്. എനിക്കൊന്ന് കാണാമായിരുന്നല്ലോ എന്ന് പറയുമ്പം കയറുവാ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ബാലേന്ദ്രനെ കണ്ടു. ഇയാളിങ്ങനെ അടിപിടി നോക്കുക. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ എന്നെ കാണാനോ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. നമ്മൾ തമ്മിൽ എന്നാ പരിചയം? എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. നമ്മൾ തമ്മിൽ യാതൊരു പരിചയമില്ല. എന്നാൽ പിന്നെ വന്ന കാര്യം പറയാൻ പറഞ്ഞു അദ്ദേഹമേ. താങ്കളുടെ മകനല്ലേ സ്റ്റാൻലി ജോസഫ്? അപ്പം റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് എൻ്റെ മകൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് യാതൊരു സംശയമില്ല എന്ന് അപ്പച്ചൻ പറയാം. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെയാണ് കാണേണ്ടത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ചെല്ലണം, അല്ലാതെ ഇങ്ങോട്ടല്ല വരേണ്ടത്. അല്ല, എനിക്ക് അഡ്രസ്സ് തന്നാൽ കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ മതിയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതെ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഞാൻ പാലായിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ റബ്ബറിൻ്റെ കാര്യം വല്ലതും പറയാനാണോ? ലാലിച്ചൻ തോട്ടം പാട്ടത്തിന് കൊടുക്കാൻ ഇട്ടേക്കാണെന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ അല്ല, ഈ ലാലിച്ചനാരാ? സ്റ്റാൻലിയെ വീട്ടിൽ വിളിക്കുന്ന പേരാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എവിടെയാ താമസം? അവനോട് സംസാരിക്കണമെങ്കിൽ ഫോണിൽ വിളിച്ച് തരാം. അപ്പോൾ ഫോണിൽ സംസാരിച്ചാൽ പോരാ, നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അയ്യോ, പേര് പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് ബാലചന്ദ്രൻ എന്നാ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് ചോദിക്കുമ്പം പരിചയമില്ല, അപ്പം പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് ബാലേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പം റോബിയെ വിളിച്ചേ,
ആ നിങ്ങൾ ഇരുന്നാട്ടെ, ദേ ലാലച്ചൻ കുളത്തൂർപ്പുഴ വരെ ഒന്ന് പോയതാ. അപ്പോൾ ദേ കാപ്പി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ദേ കാപ്പി എടുക്കാൻ പോണു. ബാലേട്ടൻ അവിടെ ഇരിക്കുമ്പോൾ ഫോണിൽ വിളിക്കുകയാണ് അപ്പച്ചൻ. അപ്പോൾ അങ്ങനെ അപ്പച്ചനും മോനും കൂടെ ഫോണിൽ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലേട്ടനോട് സംസാരിക്കണം. അപ്പം മുമ്പ് പട്ടാളത്തിൽ മറ്റോ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുമോ, ആര്, ഞാനോ? അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ സെലക്ഷൻ കിട്ടിയിട്ടില്ല എന്ന് ബാലേട്ടൻ പറയുമ്പോൾ അപ്പോൾ നീ എന്നെ എടുക്കുമായിരുന്നടാ എന്ന് ചോദിച്ചു. ഇളയ മോൻ വന്നപ്പം ഞാൻ ഇന്ന് കിടക്കുമായിരുന്നു, എനിക്ക് ഒരു തലവേദന പോലെയാന്നൊക്കെ പറഞ്ഞപ്പം ഇന്നലെ എന്നതായിരുന്നു മേളം, ഓ തിന്നതിനും കുടിച്ചതിനൊക്കെ വല്ല കണക്കും ഉണ്ടോ? അപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നേ, അപ്പോൾ വടക്കേ മുറിക്കാരുടെ വീട്ടിൽ. അപ്പോൾ ഇതാരാ അപ്പച്ചാ? എടാ ഇത് നമ്മുടെ ലാലിച്ചനെ കാണാൻ വേണ്ടി വന്നതാടാ. അപ്പോൾ ആരാൻ്റെ ഇവിടുത്തെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു വിട്ടെന്നേ. അപ്പോൾ അതാര് പറഞ്ഞു കൊടുത്തു? ലാലിച്ചൻ കുളത്തൂർപ്പുഴയ്ക്ക് പോയിട്ട് വർഷം എത്രയായി, അത് അറിയാത്തവരായിട്ട് ആരാ ഉള്ളതെന്ന് ചോദിക്കുമ്പം അത് സ്റ്റാൻലി ജോസഫിൻ്റെ പരിചയത്തിലൊരു പഴയ പട്ടാളക്കാരൻ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. ആ എന്നാൽ അങ്ങനെ വരട്ടെ കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കോ പെങ്കൊച്ച് ചായയായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അതെ, ഞങ്ങളിവിടെ എല്ലാവരും കാപ്പിയാ കുടിക്കുന്നത്, ചിലയിടത്ത് ചായ. അപ്പോൾ എനിക്ക് ഏതായാലും കുഴപ്പമില്ലെന്ന് ബാലേട്ടൻ പറഞ്ഞു. അപ്പം എനിക്ക് കാപ്പിയും കോപ്പൊന്നും വേണ്ട, വല്ല മോർമെള്ളം ഉണ്ടെങ്കിൽ തരാനായിട്ട് പറയുകയാണ്. ചായ കൊടുത്തപ്പം ഭാര്യയോട് ഭർത്താവ്, ആ കൊടുക്ക് അവൻ്റെ കണ്ണ് തെളിയട്ടെ, എല്ലാം കലങ്ങി കിടക്കുക, അതായിരുന്നു എൻ്റെ പൊന്നോ ഇന്നലത്തെ കുടി. ഓ എടാ, ചങ്കും കരളും അവനവൻ്റേതാണെന്നൊരു വിചാരമെങ്കിലും വേണം. കുടിക്കാത്ത ഒരാൾ ഓസിനിട്ട് ഇപ്പോഴും കയറ്റുമല്ലോ 1/2 ലിറ്ററോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇച്ചാൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാവോ എന്ന് ചോദിച്ചു. വീടൊക്കെ അറിയാവോ? ഇല്ല, ഒന്നും അറിയില്ല. ലൊക്കേഷനൊന്നും ഇട്ട് തരാവോ? അപ്പം ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഫോണിൽ നോക്കി. അങ്ങനെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. പോകേണ്ട വഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം അങ്ങനെ വഴികളും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം കാറിൽ ആരാണ്ട് ഇരിപ്പുണ്ടല്ലോ, ഡ്രൈവറാണോ എന്നാ പെണ്ണ് ചോദിച്ചപ്പം ഇല്ല, അതിൻ്റെ അളിയനാ ഗോവർദ്ധനാണെന്ന് പറഞ്ഞു. അത് കൊള്ളാം, അവിടെ ഇരുത്തിയേച്ച് ഇങ്ങ് പോന്നോ, ഇങ്ങോട്ട് വിളിക്കാൻ മേലായിരുന്നു, ഇനിയിപ്പോൾ വേണ്ട ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയല്ലേ എന്ന് ബാലേട്ടൻ പറഞ്ഞു. നാൻസി, നീ ആ കാപ്പി അങ്ങോട്ട് കൊണ്ടു കൊടുത്തേ, ഒരാൾക്ക് മാത്രം കാപ്പി കൊടുത്തിട്ട് മറ്റേ ആൾക്ക് കാപ്പി കൊടുക്കാതിരിക്കുന്നത് ശരിയേടല്ലേ, ചെല്ലേ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലേട്ടൻ്റെ ജീവിത പശ്ചാത്തലവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ ഇതൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും ഗോവർദ്ധന് ചായ ആയിട്ടാ അങ്ങോ ചെന്നു. അപ്പോൾ ബാലേട്ടൻ എന്ന് ചോദിക്കുമ്പം അകത്തിരുന്ന് കോഫി കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവർദ്ധൻ അവിടെ നിന്ന് ചായ കുടിക്കുമ്പം മധുരം അത്രയൊക്കെ മതിയോ എന്ന് ചോദിച്ചു. മതി, നല്ല കാപ്പിയാണ് കേട്ടോ എന്ന് ഗോവർദ്ധൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നതാ പേര്? ഗോവർദ്ധൻ എന്നാ. ബാലേട്ടൻ ഇപ്പം ഇറങ്ങുമോ? ഇറങ്ങും, പോകുവാണെന്നാ പറഞ്ഞത്. ശരി. അങ്ങനെ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ലേശം ചൂടാറിപ്പോയല്ലേന്ന് ചോദിച്ചപ്പം അതൊന്നും സാരമില്ല, ഇവിടം വരെ കൊണ്ടുവന്ന് തന്നല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ബാലേട്ടനും അങ്ങോട്ടേക്ക് വരുന്നു. കാപ്പിയൊക്കെ കുടിച്ച് ഉഷാറായോ എന്ന് ചോദിച്ചു. പോയ കാര്യം നടന്നോ ബാലേട്ട? അതിനിനിയും സമയമെടുക്കും. ചില അനുഭവങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുമ്പം നല്ലതോ അതോ മോശമോ, നല്ലതാണോ മോശമാണോ എന്നിനി പറയാൻ സമയമാകുന്നതേ ഉള്ളൂ ഗോവർദ്ധനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവൻ പറഞ്ഞങ്ങ് പോയി. അങ്ങനെ അവരങ്ങ് പോയി. അപ്പോഴത്തേക്ക് ആ അപ്പച്ചൻ വന്നിങ്ങനെ നോക്കി നിൽക്കുവാണ്. പിന്നെ നമ്മൾ പാലായ്ക്കല്ലേന്ന് ചോദിച്ചപ്പം ഇല്ല, കുളത്തൂർപ്പുഴയ്ക്കാന്ന് പറഞ്ഞു. അവിടെ ആരാ? എനിക്ക് കാണേണ്ട ആൾ അവിടെയാണെന്ന് പറയുമ്പം അപ്പോൾ ഇവിടെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അയാൾ ഇപ്പോൾ കുളത്തൂർപ്പുഴ താമസിച്ചത്, തറവാടാ, പോവാം, ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരങ്ങ് പോകുമ്പോൾ ഈ അപ്പച്ചൻ ഇവരെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.